ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. നിങ്ങൾ ഈ ഒരാൾ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. നിങ്ങൾ ഒരാൾ സംസാരിക്കും, പ്ലീസ്, ഒരാൾ സംസാരിക്കും. ഞാൻ ഈ പറഞ്ഞുതരാം. രാവിലെ മുതൽ എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നത്. രാവിലെ മുതൽ 5 മണിക്കാണ് ഈ വിവരം അറിയുന്നത്. 5 മണി തൊട്ട് റവന്യൂ മിനിസ്റ്ററെ ബന്ധപ്പെട്ടു, ചീഫ് സെക്രട്ടറിയെ ബന്ധപ്പെട്ടു, ജില്ലയിലെ ചാർജുള്ള മന്ത്രിമാരെ ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു, എല്ലാ മന്ത്രിമാരും സ്പോട്ടിലെത്തി, എല്ലാ MLA-മാരെയും ബന്ധപ്പെട്ടു, എല്ലാ കളക്ടർമാരെയും ബന്ധപ്പെട്ടു. നമ്മൾ അങ്ങോട്ട് വരേണ്ട ആവശ്യമുണ്ടോ എന്ന് അവരോട് ചോദിച്ചു. വരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ എടുത്ത പ്രോഗ്രാമിന് പോയി. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി അന്ന് 3 മണിയായപ്പോ. എനിക്കറിയില്ലായിരുന്നു 2018-ലും 19-ലും ദുരന്തം ഉണ്ടായിരുന്നപ്പോ അന്നത്തെ മുഖ്യമന്ത്രി നിരാഹാരമാണ് ഇരുന്നെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഞാനന്ന് ഭക്ഷണം കഴിച്ചുപോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിന്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എന്റെ ഒരു ഫ്രണ്ടിന്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഭക്ഷണം കഴിച്ചെന്ന് അല്ലല്ല വെയിറ്റ്. പിന്നെന്താ ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചോ തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്. എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നു. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. ഇതിനൊന്നും മറുപടി പറ. എന്ത് ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? നിങ്ങൾക്ക് വേറെ എന്തോ ദുരുദ്ദേശമുണ്ട് നിങ്ങൾ ചോദിക്കുന്നതിൽ. ഞാൻ ഭക്ഷണം കഴിച്ചു പോയി, ക്ഷമിക്കണമെന്ന്. ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാ പോയത്. അല്ല, ഇത് കഴിയട്ടെ, ഇതിന്റെ വിഷമം തീർക്കട്ടെ. ഇതായത് നിങ്ങളൊരു കാര്യം ആലോചിക്കണം. അല്ല, എല്ലാവരും ചോദിച്ചു. ഞാൻ ഗുരുതരമായൊരു തെറ്റ് ചെയ്തു. അന്ന് വെള്ളപ്പൊക്കം ഉണ്ടായ ദിവസം ഞാൻ ഭക്ഷണം കഴിച്ചു. 3 മണിക്ക് ഭക്ഷണം കഴിച്ചു. അതാണ് ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ പറയരുത്. ഞാൻ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ബഹളം ഉണ്ടാക്കി. 3 മണിക്ക് ഞാൻ ഭക്ഷണം. കേരളത്തിലെ ജനങ്ങളെ വിലയിരുത്തട്ടെ. പിന്നെ നിങ്ങൾക്കറിയാലോ, മലബാറിൽ കാപ്പി കുടിക്കാൻ പോയാലുള്ള സ്ഥിതി. മലബാറിലെ ഏതെങ്കിലും വീട്ടിലൊരു കാപ്പി കുടി, അവര് ഈ വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞിട്ടല്ല, ഞാനൊന്ന് വരുമെന്ന് പറഞ്ഞു, ഞാനൊന്ന് ഹരിദാസേട്ടന്റെ വീട്ടിൽ പോകുമെന്ന് പറഞ്ഞു. അപ്പൊ അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കണമെന്ന് പറഞ്ഞു. അവര് ആ വീട്ടുകാർ മുഴുവൻ ഭക്ഷണം കഴിക്കാതെ 3 മണിവരെ എന്നെ കാത്തിരിക്കുക. ഞാൻ 3 മണിക്കാണ് എത്തിയത്. ഇതിന്റെ താമസവും കാര്യങ്ങളും ഓൺ ദ വേയിൽ മുഴുവൻ എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കംപ്ലീറ്റ് ഇരിക്കുകയാണ്. പിന്നീട് മലബാറിലായിരിക്കും പ്രശ്നം എന്ന് പറഞ്ഞു. മലബാറിലെ കളക്ടർമാരെ മുഴുവൻ എല്ലാ ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊന്നും പറയാനില്ലാത്തതുകൊണ്ട് നിങ്ങൾ ഈ മുഖ്യമന്ത്രിക്ക് ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് ഇപ്പോഴാണ് മനസ്സിലായത്. അത് കഴിഞ്ഞല്ല, മറ്റത് കഴിഞ്ഞല്ല. നിങ്ങൾ ആദ്യം അല്ലല്ല, നിക്ക് നിങ്ങളൊന്ന് അങ്ങ് ദേശാഭിമാനി എന്ന് വന്നിട്ട് ആദ്യം മുതൽ അവസാനം വരെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കല്ലേ. ഇനിയില്ല, അങ്ങേക്ക് മറുപടിയില്ല, വേറെ ആരെങ്കിലും ചോദിക്കും. ആരെ? പ്രതിപക്ഷ നേതാവ് അത് പറയുമല്ലോ. പ്രതിപക്ഷ നേതാവ് എന്ത് അനാസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ക്യാമ്പിലോ ഒരു റെസ്ക്യൂ ഓപ്പറേഷനിലോ എവിടെയെങ്കിലും എന്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അവിടെ ഏരിയ സെക്രട്ടറിയെ കൊണ്ട് സ്വന്തം പേര് പൊക്കി പറയിപ്പിക്കാൻ വേണ്ടി നടത്തിയ ശ്രമമൊന്നും ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങളൊക്കെ ഇതിനേക്കാൾ വലിയ ഫ്ലഡ് കണ്ടവരാ. കേരളത്തിലെ ഏറ്റവും വലിയ ഫ്ലഡ് കണ്ടവനാ ഞാൻ. 75,000 പേരെ ക്യാമ്പിൽ എന്റെ നിയോജകമണ്ഡലത്തിലും അത്രയും പേരെ നിയോജകമണ്ഡലത്തിന് പുറത്തും ക്യാമ്പിൽ താമസിപ്പിച്ച ആളാ. ആദ്യത്തെ 3 ദിവസം ഒരു മണി അരി പോലും വരാതെ എറണാകുളത്തെയും കൊടുങ്ങല്ലൂരിലെയും മാർക്കറ്റിൽ നിന്ന് കടം മേടിച്ച് സാധനങ്ങൾ കൊടുത്ത ആളാ ഞാൻ. അദ്ദേഹം അന്ന് വന്നിട്ട് എന്താ പറഞ്ഞത്? ഇനി ഒരു കാര്യം, പ്രതിപക്ഷ നേതാവിന്റെ അന്നത്തെ പത്രസമ്മേളനത്തിൽ എന്തൊക്കെയായിരുന്നു?
ഇതല്ലല്ലോ PM ശ്രീ പുനർജനി വേറെ കാര്യമൊക്കെയല്ലേ അദ്ദേഹം പറഞ്ഞത്. ഏത് ഈ ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് ഞാൻ ഭക്ഷണം കഴിച്ചെന്നാണ് എന്റെ തെറ്റ്. അദ്ദേഹം ഇവിടെ വന്നിരുന്ന് പത്രസമ്മേളനത്തിൽ വന്നിരുന്ന് രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്നത്തെ ദിവസം. അന്ന് നിങ്ങളാരും ഇത് ചോദിച്ചില്ല. ഈ വെള്ളപ്പൊക്കം നടക്കുമ്പോഴാണോ നിങ്ങൾ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്ന് പിണറായി വിജയനോട് നിങ്ങളാരും ചോദിച്ചില്ല. രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു അന്ന് PMCയെ പറ്റിയും പുനർജനി പദ്ധതിയെ പറ്റിയുള്ള രാഷ്ട്രീയ ആരോപണങ്ങൾ. ഈ റെസ്ക്യൂ ഓപ്പറേഷൻ ഞാൻ ഭക്ഷണം കഴിച്ചു, എന്റെ തെറ്റ്. അദ്ദേഹം രാഷ്ട്രീയ ആരോപണങ്ങൾ ഉന്നയിക്കുകയായിരുന്നു. അല്ല, ഞാൻ ഇരുന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്യണ്ടേ? അത് എവിടെ ഇരുന്ന് കോർഡിനേറ്റ് ചെയ്യണമെന്ന് നമ്മുടെ ഇതിലെത്തിയില്ല. മാധ്യമങ്ങളോട് എന്റെ ഓഫീസിൽ നിന്ന് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഓരോ 2-3 മണിക്കൂറും തരുമ്പോൾ 3 മണിക്കൂർ കൂടുമ്പോൾ ഓഫീസിൽ നിന്ന് തരുന്നത്. വെയിറ്റ്. അതുകൂടാതെ റവന്യൂ മന്ത്രിയെ ചുമതലപ്പെടുത്തി റവന്യൂ മന്ത്രി അന്നത്തെ ദിവസം 2 പ്രാവശ്യം ബ്രീഫ് ചെയ്തു. എല്ലാ വിവരങ്ങളും നമ്മളെടുത്ത ഈ നടപടികൾ, കളക്ടറെ ബന്ധപ്പെടുന്നത്, നമ്മൾ NDRFന്റെ ഫോഴ്സിനെ കൊണ്ടുവരുന്നത്, നമ്മൾ നേവിയുടെ ഹെലികോപ്റ്റർ ട്രൈ ചെയ്യുന്നത്, കോസ്റ്റ് ഗാർഡിന്റെ ബോട്ട് മുതലപ്പുഴയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്, ഇതെല്ലാം നിങ്ങളോട് ബ്രീഫ് ചെയ്തിരുന്നു. നിങ്ങൾ എന്നിട്ട് വെറുതെ വാർത്ത ഉണ്ടാക്കും.